റിപ്പോർട്ട് ബ്രേക്കിംഗ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയം മാറിയെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാതെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ജമാഅത്തെ ഇസ്ലാമി നയപരമായി മാറിയോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാം. വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമില്ല. അവരുടെ സാഹചര്യം കൊണ്ടാണ് യു.ഡി.എഫിനെ പിന്തുണയ്ക്കുന്നതെന്നും ആശയപരമായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിയോജിപ്പ് ഉണ്ടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗിൻ്റെ നേതാവുമായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അവലോകന യോഗങ്ങൾക്ക് വേണ്ടി പോവുകയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇന്നലെ ചുങ്കത്തറയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ബഷീർ സാഹിബ് പറയണ്ടായിരുന്നു, ഇവിടെ മത്സരം ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും മുന്നിട്ട് ഇറങ്ങുന്നത് ലീഗ് ആയിരിക്കണം എന്നുള്ളത്. എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ? ഞങ്ങൾക്ക് ഇവിടെ ഉള്ള മെഷീനറി എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറാണല്ലോ. ആ മെഷീനറി മുഴുവൻ ചലിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തുകൾ ഭരിക്കുന്നു, അതുപോലെ തന്നെ നല്ല സാന്നിധ്യമുണ്ട്. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിറഞ്ഞു നിൽക്കും. മാത്രമല്ല UDF വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവാണ്. ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം ഇവിടെ ഉണർന്നിരിക്കുകയാണ്. സ്വാഭാവികമായി പാർട്ടി അതിൻ്റെ കൂടെ ഉണ്ടാവും. പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഓരോ ഇഞ്ചിലും ഇഞ്ചോടിഞ്ച് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സ്ട്രോങ് നിലപാട് പണ്ട് മുതൽ എടുക്കുന്നതാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം, ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന അവരുടെ ആശയം, അതിനൊക്കെ ശക്തമായി കേരളത്തിൽ എതിർത്തുകൊണ്ടിരുന്ന മുസ്ലിം ലീഗാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സഖ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അത് ദുർവ്യാഖ്യാനല്ലേ. ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ UDFനെ പിന്തുണച്ചിരിക്കുകയല്ലേ, അല്ലാതെ രാഷ്ട്രീയ സഖ്യം ഇല്ലല്ലോ. UDF ആയിട്ട് നിൽക്കുകയല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും യോജിപ്പുണ്ടായിക്കൊള്ളും എന്നില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ള ഡിഫറൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ആശയപരമായി നിൽക്കുന്നുണ്ട്. രണ്ടും രണ്ടാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാലാണ് UDFനെ പിന്തുണച്ചത്. PDP അവരുടേതായ കാരണങ്ങളാണ് ഇടതുപക്ഷത്തെ പിന്തുണച്ചത്. ഹിന്ദുമഹാസഭ അവരുടേതായ കാരണങ്ങളാലാണ് അവരെ പിന്തുണച്ച്. ഈ വക പിന്തുണകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ രാഷ്ട്രീയ സഖ്യം ചെയ്തത് UDF അല്ല, LDF ആണെന്ന് ഇപ്പോൾ ഈ ചർച്ചയെല്ലാം കൂടി പുറത്തു വന്നപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഒറ്റ കാര്യം കൂടി, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി കുറേ മാറി, പഴയ വാദങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു നിലപാട് ലീഗിനുണ്ടോ? ആ വിലയിരുത്തലൊക്കെ ഇനിയിപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ടാവാം. ഇപ്പോൾ ഈ പിന്തുണ ഏത് സാഹചര്യത്തിൽ എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണച്ചത് ആരാണെന്നുള്ളതൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് മറ്റു ചർച്ചകളൊക്കെ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കിടത്താം. തീർച്ചയായിട്ടും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടല്ല, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFനെ പിന്തുണയ്ക്കുന്നത് അവരുടെ സാഹചര്യം കൊണ്ടാണ് എന്നുള്ളതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ സാഹചര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ. ജമാഅത്തയുടെ നയം മാറി എന്ന വി.ഡി. സതീശന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല പി.കെ. കുഞ്ഞാലിക്കുട്ടി. അത്തരം കാര്യങ്ങൾ ഇപ്പോഴല്ല, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ജമാഅത്തയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ നിലപാടുകളോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ളതല്ല തങ്ങളുടെ നിലപാട്. എന്നാൽ UDFന് അവരുടേതായ കാരണങ്ങളാൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ VS രഞ്ജിത്തിനോട് സംസാരിച്ചത്. വി.ഡി. സതീശനെ തള്ളുകയാണ് ക്ഷമിക്കണം, VS രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, പി.കെ. കുഞ്ഞാലിക്കുട്ടി വി.ഡി. സതീശന്റെ നിലപാടിനെ പിന്താങ്ങുന്നില്ല ജമാഅത്തയുടെ വിഷയത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയോട് ആശയപരമായി വിയോജിപ്പുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി കുറേ മാറി എന്നുള്ളതാണ് ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞത്. അവർക്ക് മതരാഷ്ട്രവാദമില്ല, ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്നവരുടെ വാദങ്ങളൊക്കെ മാറി, അവർ മാറി എന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയമായ ശുദ്ധീകരണം നടത്തിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് പക്ഷേ ലീഗ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായ ഭിന്നിപ്പുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും നയപരമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാം. അത് ആശയപരമായ കാര്യങ്ങളാണ്. നിലവിൽ വെൽഫെയർ പാർട്ടി ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടേതായ നിലപാടുകൾ കൊണ്ട് അവർ UDFനെ പിന്തുണയ്ക്കുന്നു. ആ പിന്തുണയെ നിരാകരിക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് ലീഗ് സ്വീകരിക്കുന്ന നിലപാട് എന്നാണ് ഈ ഘട്ടത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് പരമ്പരാഗത സുന്നികളായിട്ടുള്ള EK-AP വിഭാഗത്തിൻ്റെയൊക്കെ എതിർപ്പുകൾ ലീഗിന് മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊണ്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മാറി എന്നൊക്കെ പറയാനുള്ള താത്വികമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള ഘട്ടം ലീഗിന് വന്നിട്ടില്ല. കാരണം ലീഗിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നതായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയെ ആ അർത്ഥത്തിൽ സ്വീകരിച്ചാൽ. അതുകൊണ്ട് വി.ഡി. സതീശൻ കൊടുത്ത പോലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ ഘട്ടത്തിൽ ലീഗ് തയ്യാറല്ല, പി.കെ. കുഞ്ഞാലിക്കുട്ടി തയ്യാറല്ല. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.